ഒരു പാട്ടോട് കൂടി അങ്ങ് അവസാനിപ്പിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി മാനവീയം വീഥി പാട്ടില്ലാതെ എന്ത് പ്രഭാതം അല്ലെ. വാ മോളെ, എന്താ പേര്? നിക്സ ജോയ്സ് ജോയ്. നിക്സ ജോയ്സ് ജോയ്. നിക്സ ജോയ്സ് ജോയ് ഏത് തരം പാട്ടാ പാടുന്നത്? ഞാൻ കൊറിയൻ ഭാഷയിലെ പാട്ട് പാടും. കൊറിയൻ ഭാഷയിൽ. മിനിസ്റ്റർ കൊറിയൻ ഭാഷയില. മിനിസ്റ്റർ കൊറിയൻ ഭാഷ ഞാൻ 6ല് BPM HSS വളരെ കൊറിയൻ ഭാഷ അറിയോ? ഓക്കെ, ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കൊറിയൻ മാത്രം. കൊറിയൻ ഭാഷയുടെ പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഭാഷകളോട്. മിനിസ്റ്റർക്ക് കൊറിയൻ ഭാഷ അറിയോ? എന്റെ പൊന്നെ, മലയാള ഭാഷ കുറിക്കാൻ അറിയാം അല്ലേ മിനിസ്റ്റർ? കുറിക്കാൻ അറിയാം, കൊറിയൻ ഭാഷ അറിയില്ല എന്നുള്ളതല്ലേ. ഇപ്പൊ ഈ പ്രായമൊക്കെ ആയില്ലേ, ഒന്ന് പോണം ഭാഷയൊക്കെ പഠിക്കാൻ. നമ്മുടെ അപ്പോ പാട്ട് പാടാം മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ. ശരി. 아름답고 원울래 반짝이는 내 날가를 닮은 길하는 사계 덤자 뒤집고 서있어 Run your body 사람들의 body 사람들의 high 내가 속에 lalai Don't be shy baby 이제 lie with this 이제 cow with this carnival 세상은 다 속은 난 금이란 세상에 tell you like that 봄 같아 보아 날았은 맘 바람 난 blue sky make it on the morning days. Wonderful. Congratulations. എന്താ ഈ പാട്ട് പാടിയതിന്റെ അർത്ഥം? പാട്ട് പാടി അതെ സ്നേഹാദരം. അതെ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സ്നേഹം. സന്തോഷായില്ലേ? അവള് ചിരി നോക്കിയേ. വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ഉണ്ടോ? വേൾഡ് റെക്കോർഡ് ഉണ്ട്. എന്താണ് വേൾഡ് റെക്കോർഡ്? 9 ഭാഷയിൽ 37 പാട്ട് കണ്ടിന്യൂസ് ആയി. 9 ഭാഷയിൽ അപ്പോ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സ്നേഹം കൂടി കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ആയല്ലോ. ഒരു കാര്യം പറയാം, എല്ലാ ഭാഷയും മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാഷകളാണ്, മനുഷ്യനുണ്ടാക്കുകയാണ്. പക്ഷെ അതിലൂടെ എല്ലാം നമ്മൾ കാണേണ്ടത് ഒരു മാനവികതയാണ്. ഈ മാനവീയം കോളനി വെച്ച് ഈ സ്ഥലത്ത് പറയുമ്പോൾ മാനവികതയ്ക്കുള്ള ഒരു പ്രാധാന്യം ഈ നവകേരള സദസ്സിന് സംജാതമായിട്ടുണ്ട്. കാരണം എല്ലാ ആളുകളെയും നമുക്ക് കോർത്തിണക്കാൻ കഴിയും. ഈ കുഞ്ഞിന്റെ ഈ പാട്ടിലൂടെ, ഈ ഭാഷയിലൂടെ ലോകത്തിന് മുമ്പിൽ കൊടുക്കുന്ന സന്ദേശം മാനവികതയാണ്. ഒരു കാര്യം പറയാം, കെ സുധാകരനോട് പറഞ്ഞ കാര്യം, യൂത്ത് കോൺഗ്രസിനോട് പറഞ്ഞ കാര്യം ആവർത്തിച്ച് അങ്ങ് ഓർമ്മിപ്പിക്കണം. തീർച്ചയായിട്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാം. ചർച്ചയ്ക്ക് വരൂ പ്രിയപ്പെട്ട സുധാകര എന്നുള്ളതാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ ഒരു ഉപഹാരം. മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ ഒരു ഉപഹാരം മിനിസ്റ്റർക്ക്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. അങ്ങനെ നവകേരള സദസ്സിന്റെ യാത്ര തുടരുകയാണ്. മിനിസ്റ്റർ നമുക്കൊപ്പം 2 അഭ്യർത്ഥനകൾ വെച്ചിരിക്കുന്നു. ഒന്ന്, KPCC പ്രസിഡന്റ് കെ സുധാകരനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനോട് അറിയിച്ചിരിക്കുന്നു, നിങ്ങൾ അടികൊണ്ട് ജന്മം പാഴാക്കരുത് എന്നതാണ് യൂത്ത് കോൺഗ്രസിനോടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഉപദേശം. ഒപ്പം